MLA ആയിരിക്കെ CC മുകുന്ദന്റെ വ്യാജ ഒപ്പിട്ട് പണം തട്ടിയ കേസിൽ പ്രതി പിടിയിൽ. പേഴ്സണൽ സ്റ്റാഫ് അംഗമായിരുന്ന മസൂദ് കെ വിനോദാണ് പോലീസ് പിടിയിലായത്. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് അറസ്റ്റ്. പോലീസ് കേസെടുത്ത് മാസങ്ങൾ കഴിഞ്ഞിട്ടും മസൂദിനെ അറസ്റ്റ് ചെയ്യാത്തത് വലിയ വിവാദമായിരുന്നു. സാനു കെ സജീവ് തൃശ്ശൂരിൽ നിന്നും ചേരുകയാണ്. സാനു, ഈ MLA ആയിരുന്ന കാലത്ത് ഇദ്ദേഹത്തിനൊപ്പം നിന്ന വ്യക്തിയാണല്ലോ ഈ മസൂദ്. ഇയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്താണ്? പഴയ CPI നേതാവാണോ? എന്താണ് ഇയാളുടെ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്? ഒപ്പം അറസ്റ്റ് എപ്പോഴാണ് രേഖപ്പെടുത്തിയത്? ഗൗതം, എന്തായാലും ഇടതുപക്ഷ ഭരണകാലത്ത് അവരുടെ ഭരണത്തിന്റെ തണലിൽ നിന്നിരുന്ന മസൂദ് കെ വിനോദ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുകയാണ്. ആദ്യം മുൻ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാറിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു ഈ മസൂദ് എന്ന് പറയുന്ന വ്യക്തി. അതിനുശേഷം ആണ് CPIയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം, CPIയുടെ ഒരു ഭാരവാഹിയും അതേപോലെ തന്നെ നേതാവുമാണ് ഈ മസൂദ് എന്ന് പറയുന്നത്. അതിനുശേഷം CC മുകുന്ദൻ നാട്ടികയുടെ MLA ആവുന്നു. നാട്ടികയുടെ MLA ആയതിനു ശേഷം പാർട്ടി നിയോഗിച്ച PA ആണ് മസൂദ്. ആ പാർട്ടി നിയോഗിച്ച MLA CC മുകുന്ദന്റെ PA ആയിട്ട് അവിടെ ചാർജ് ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം CC മുകുന്ദന്റെ ലെറ്റർ പാഡ് ഉപയോഗിച്ചുകൊണ്ട് വ്യാജ ഒപ്പിട്ടുകൊണ്ട് ലക്ഷങ്ങൾ തട്ടി എന്നുള്ളതാണ് കേസ്. കാരണം CC മുകുന്ദൻ അറിയാതെ ആ ലെറ്റർ പാഡ് ഉപയോഗിച്ച് പല ക്രയവിക്രയങ്ങളും ഈ മസൂദ് നടത്തി. ആ മസൂദ് നടത്തുന്നതിന് പിന്നിൽ പ്രവർത്തിച്ചതാവട്ടെ മുൻ മന്ത്രിയായിട്ടുള്ള VS സുനിൽകുമാർ ആണ് എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ CC മുകുന്ദൻ CPI വിട്ട് BJPയിലേക്ക് വരുന്ന ഘട്ടത്തിലൊക്കെ വലിയ ആരോപണമായിട്ട് പറഞ്ഞിരുന്ന കാര്യങ്ങളാണ്. എന്നാലും ഈ ഒരു തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് CC മുകുന്ദൻ ആദ്യം പരാതി നൽകുന്നത് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലാണ്. ആ പരാതി അന്വേഷിച്ച് കാര്യമായിട്ടുള്ള നടപടികളൊന്നുമില്ലാതായതോടുകൂടിയാണ് ആ കേസ് പിന്നീട് അന്തിക്കാട് പോലീസിലേക്ക് കൈമാറ്റപ്പെടുന്നത്. അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ വന്നിട്ടും ആ കേസ് ഫയല് അവിടെ മരവിച്ചിരിക്കുകയായിരുന്നു. അത് ആ ഫയലിൽ ഉറങ്ങുകയായിരുന്നു. പിന്നീട് ഹൈക്കോടതിയിൽ ഇയാൾ മുൻകൂർ ജാമ്യാപേക്ഷ നൽകുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു ശേഷവും മസൂദിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് അന്തിക്കാട് പോലീസ് തുടർന്ന് പോന്നുകൊണ്ടിരുന്നത്. പിന്നെ എന്തായാലും ഇന്നലെ വൈകിട്ടോടുകൂടി മസൂദിനെ ഗത്യന്തരമില്ലാതെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. കാരണം BJP വലിയ പ്രക്ഷോഭത്തിലേക്ക് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടക്കുന്ന വേളയിലാണ് ഈ മസൂദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. എന്തായാലും മസൂദിനെ ഇന്നലെ വൈകിട്ട് അറസ്റ്റ് ചെയ്യുന്നു. അതിന് തൊട്ടു പിന്നാലെ ഇന്ന് രാവിലെയോടുകൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന മുൻ മന്ത്രിയും അതേപോലെ തന്നെ CPI നേതാവ് ായിട്ടുള്ള VS സുനിൽകുമാർ അടക്കം മസൂദിന് വേണ്ട സംരക്ഷണം ഒരുക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ്. എന്തായാലും അത്തരത്തിൽ CPIയുടെ വലിയൊരു പിന്തുണ മസൂദിന് ഇപ്പോഴും ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി നമുക്കറിയേണ്ടത് നിയമപരമായിട്ടുള്ള സഹായങ്ങളൊക്കെ മസൂദിന് ഉണ്ടാകുമോ എന്നൊരു ചോദ്യവും ബാക്കി നിൽക്കുകയാണ്. എന്തായാലും ഒരു MLAയുടെ വ്യാജ ഒപ്പിട്ട് ഒരു MLAയുടെ ലെറ്റർ പാഡ് ഉപയോഗിച്ച് വലിയ തട്ടിപ്പ് നടത്തിയ CPIയുടെ കുട പിടിച്ച് CPIയുടെ കുടക്കീഴിൽ നിന്ന് തട്ടിപ്പ് നടത്തിയിട്ടുള്ള മസൂദ് കെ വിനോദിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഒപ്പം തന്നെ CC മുകുന്ദൻ ഉയർത്തിയ ആരോപണങ്ങളെല്ലാം ശരിവെക്കുക കൂടി ചെയ്തിരിക്കുകയാണ്. ഗൗതം. ഓക്കെ സാനു, വ്യക്തമാണ്. CC മുകുന്ദൻ MLA ആയിരുന്ന കാലത്ത് അദ്ദേഹത്തിന് ഒപ്പമുണ്ടായിരുന്ന പേഴ്സണൽ സ്റ്റാഫാണ് ഈ മസൂദ്. CPIയുടെ നിർദ്ദേശപ്രകാരമാണ് ഇയാളെ പേഴ്സണൽ സ്റ്റാഫാക്കി മാറ്റിയത്. ഇയാൾക്കെതിരെ നേരത്തെയും കേസുണ്ടായിരുന്നു. പക്ഷേ അറസ്റ്റ് ചെയ്യാൻ പോലീസ് തയ്യാറായിരുന്നില്ല. കാരണം പിണറായി വിജയന്റെ പോലീസ് ഇയാൾക്ക് സംരക്ഷണം കൊടുത്തിരുന്നു. ഇയാൾ CPIയുമായി വളരെയധികം ബന്ധമുള്ള വ്യക്തിയാണ്. ഏതായാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്.